ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 4-ാമത്തെ വാക്യം, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു എന്ന് നാം വായിക്കും. കർത്താവ് നമ്മൾക്ക് തരുന്ന ആലോചന നമ്മെ സ്നേഹിക്കുന്ന ഒരു യേശു കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലർക്കും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നോടാരും സംസാരിക്കുന്നില്ല, എന്നെ കാണുമ്പോൾ തിരിഞ്ഞു നടക്കുകയാണ്, എനിക്കാരുമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ വാസ്തവമായിട്ടും ആ വ്യക്തി കർത്താവിനോടൊന്ന് ചോദിച്ച് അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. നിശ്ചയമായിട്ട് കർത്താവ് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ ഞാൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും പരിശുദ്ധാത്മാഭിഷേകം കൊണ്ടും നിറച്ചിരിക്കുകയാണ്. ആ പരിശുദ്ധ ആത്മാഭിഷേകം എണ്ണ നിൻ്റെ പക്കലുണ്ട്. നീയാകുന്ന വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ വെളിച്ചം എല്ലായിടത്തും ഉണ്ടാകും. ഇരുട്ടെന്ന് നിനക്ക് തോന്നുന്നിടത്തെല്ലാം നീ ചെല്ലുമ്പോൾ വെളിച്ചമായി തീരും. ഒരിക്കൽ ഒരു പിതാവ് മകൻ്റെ തലയിൽ ഒരു പെട്രോൾ മാക്സ് ഉള്ള കാലമാണ്. അത് കത്തിച്ച് വെച്ചിട്ട് തലയിൽ ഒരു ചൂടടിക്കാതിരിക്കാനുള്ള ഒരു തുണ്ടുള്ള സംവിധാനമൊക്കെ ചെയ്ത് തലയിൽ വെച്ച് മകനോട് പറഞ്ഞ് നീ ഇരുട്ടുള്ളിടത്ത് വിളക്ക് കൊണ്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ മകൻ തലയിൽ വിളക്കം വെച്ചുകൊണ്ട് പോകുന്നിടത്തെല്ലാം വെളിച്ചമാണ്. തിരിച്ചു വന്നിട്ട് പറഞ്ഞ് എങ്ങും ഇരുട്ട് കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മോനോട് പറഞ്ഞു, മോനെ, വെളിച്ചം നിൻ്റെ തലയിലുള്ളിടത്തോളം കാലം ഇരുട്ടെങ്ങും ഇല്ല. ഇതുപോലെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, വെളിച്ചം ഉണ്ടെങ്കിൽ ഇരുട്ടില്ലല്ലോ. അപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവാണ് സന്തോഷം കെടുത്തുന്നത്, സമാധാനം കെടുത്തുന്നത്, എല്ലാ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും വരുത്തുന്നത്. അപ്പോൾ അതില്ല, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ആ സ്നേഹത്തിൽ മണവാളനാകുന്ന ക്രിസ്തുവിനോടൊപ്പം സന്തോഷിപ്പാൻ സമയമായിരിക്കുന്നു. ഒരുങ്ങാം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.